നമസ്കാരം. രാവിലെയായി എല്ലാ പ്രേക്ഷകർക്കും ഒരു പുതിയ ദിവസത്തിന്റെ തുടക്കം, ഒരു നല്ല തുടക്കം ആശംസിക്കുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വയനാടിനെ മുഴുവൻ വിറപ്പിച്ച, അല്ലെങ്കിൽ വയനാട്ടിലെ പുൽപ്പള്ളി ഭാഗത്തെ മുഴുവൻ വിറപ്പിച്ച കടുവ കൂട്ടിലായി എന്ന വാർത്തയോടെയാണ് ഈ ദിവസം തുടങ്ങുന്നത്. എല്ലാ ദിവസവും നമ്മൾ രാവിലെ ആകുമ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ കടുവയുടെ തെരച്ചിലും ആളുകളുടെ ഭീതിയും ആശങ്കയും ഒക്കെ ആയിരുന്നു. ആ കടുവ ഇന്നലെ രാത്രി കൂട്ടിലായിട്ടുണ്ട്. ഇന്നത്തെ ദിവസം നമ്മൾ പ്രതീക്ഷിക്കുന്ന വളരെ സുപ്രധാനമായ ഒരു വിധി വരാനുണ്ട്. അത് പാറശാലയിലെ ഷാരോണിനെ കൊന്ന കേസിൽ ഗ്രീഷ്മയ്ക്ക് കോടതി എന്ത് ശിക്ഷയാണ് വിധിക്കുന്നത് എന്ന് ഇന്നറിയാം. ഇതോടൊപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ സ്ഥിരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കും. അതൊരു മഹാസമാധി ചടങ്ങായി നടത്താനാണ് കുടുംബത്തോടൊപ്പം നിൽക്കുന്ന ആളുകളൊക്കെ തീരുമാനിച്ചിട്ടുള്ളത്. അവിടെ നിന്ന് ഒരുപാട് വാർത്ത വരാനുണ്ട്. അങ്ങനെ വാർത്തകൾ കൊണ്ട് വളരെ വളരെ സമ്പന്നമായ ഒരു ദിവസം. ആ ദിവസം തുടങ്ങുമ്പോൾ നമുക്ക് ആദ്യം നമ്മൾ പോകുന്നത് നാട്ടിൽ എന്തുണ്ട് കാണാനാണ്. നമ്മുടെ ചുറ്റും എന്തൊക്കെയാണ് നടക്കുന്നത്, നാട്ടിൽ എന്തുണ്ട്. വയനാട് അമരക്കുനിയെ ഭീതിയിലാക്കിയ കടുവ കൂട്ടിലായി. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് 8 വയസ്സുള്ള പെൺകടുവ കൂട്ടിലകപ്പെട്ടത്. തൂപ്ര ഭാഗത്ത് സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. വിശദമായ പരിശോധനയ്ക്കായി കടുവയെ മാറ്റിയിട്ടുണ്ട്. വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് MS അനീഷ് കുമാർ ചേരുന്നു. അനീഷെ, നമ്മൾ കഴിഞ്ഞ കുറേ ദിവസമായി എല്ലാ ദിവസവും രാവിലെ തുടങ്ങുമ്പോൾ സംസാരിക്കുന്നത് ഈ കടുവയെ പറ്റിയാണ്, കടുവയെ ഉണ്ടാക്കുന്ന ആശങ്കയെ പറ്റിയാണ്. എന്തായാലും തൽക്കാലം നാട്ടുകാർക്കും എല്ലാവർക്കും സമാധാനമായിരിക്കുന്നു അല്ലേ? തീർച്ചയായും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആശങ്കയുടെ മുൾമുനയിലായിരുന്ന ആളുകളാണ്. പക്ഷേ ഇന്നവരൊക്കെ ഏതാണ്ട് ചിരിക്കുന്ന മുഖത്തോടു കൂടി ഒരു ആശ്വാസത്തിൻ്റെ ഒരു തീരത്തെത്തിയ ഒരു പ്രതീതി ഇവരുടെ മുഖങ്ങളിലുണ്ട്. കാരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇവരെ ആശങ്കയിലാഴ്ത്തിയ കടുവയെ പിടികൂടിയിരിക്കുന്നു. നിരവധി ആടുകളെ ഇതിനകം കൊന്നു. ഈ കടുവയെ പിടികൂടാൻ കഴിയുമോ, കൂട്ടിൽ കയറുമോ, അല്ലെങ്കിൽ മയക്കുവെടി വെക്കുമോ തുടങ്ങിയ ഒരുപാട് സംശയങ്ങളായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. അതെല്ലാം ദൂരീകരിക്കപ്പെട്ടിരിക്കുന്നു. നമ്മോടൊപ്പം നാട്ടുകാരുണ്ട്, അവരോടൊക്കെ നമുക്ക് ചോദിക്കാം. ചേട്ടാ, ഒരു വലിയ ആശങ്കയായിരുന്നു, ഇതെങ്ങനെ പിടിക്കുമെന്നതായിരുന്നു ഏറ്റവും വലിയ ആശങ്ക. 10 ദിവസമായിട്ട് വലിയ ആശങ്കയിലായിരുന്നു. അപ്പോൾ ഇതെങ്ങനെ പിടിക്കുമെന്ന ആശങ്ക നേരത്തെ തന്നെ ഉയർന്നു വന്നെങ്കിലും ഇതിനെ 2 തരത്തിൽ പിടിക്കാമെന്ന്, മയക്കുവെടി വെച്ച് പിടിക്കുകയോ കൂട് വെച്ച് പിടിക്കുകയോ ചെയ്യാം എന്നാണ് ഫോറസ്റ്റുകാർ ആലോചിച്ചത്. അത് തന്നെയായിരുന്നു. അതനുസരിച്ച് കൂട് 1, 2, 3 എന്ന ക്രമത്തിൽ ഓരോ ആടിനെ പിടിക്കും തോറും കൂടുകൾ എണ്ണം വർദ്ധിപ്പിച്ച് പ്രവർത്തനങ്ങളൊക്കെ സജ്ജീകരിച്ചെങ്കിലും ഇത് കൂട്ടിൽ വീഴാതെ വരുന്ന സ്ഥിതി തുടർച്ചയായിട്ടുണ്ടായി. കഴിഞ്ഞ 10 ദിവസമായിട്ടും ഇതിനെ കിട്ടാതെ വന്നതിൽ വലിയ ആശങ്കയായിരുന്നു. കാരണം നാട് നിശ്ചലമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജോലി ചെയ്യാൻ പറ്റുന്നില്ല, സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, മറ്റു തൊഴിലുകളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാം കൂടി ആകെ ഒരു പ്രശ്നമായി. ആളുകളെല്ലാം കൂടി ഒരു ബഹളം വെക്കുന്ന രീതിയിലേക്ക് വന്നു. 144 വരെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ കടുവയെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള ഫോറസ്റ്റുകാരുടെ ഉദ്യമം മുമ്പോട്ട് പോയത്. അപ്പോൾ ഇത് വീഴുമെന്ന അവരുടെ ഒരു പ്രതീക്ഷയായിരുന്നു ഇതിന് പ്രധാനമായിട്ട് നിന്നത്. അതനുസരിച്ച് കാര്യങ്ങൾ ഇന്നലെ നടന്നിട്ടുണ്ട്. ഏറെ സന്തോഷമുണ്ട്. വലിയ സന്തോഷത്തിലാണ് ഇപ്പോൾ നാട്ടുകാർ. ഇന്ന് രാവിലെ ഇപ്പോൾ ആളുകൾ റബ്ബർ വെട്ടാൻ പോവുകയും പാല് കറവയും മറ്റു കാര്യങ്ങളൊക്കെ ഇന്നിപ്പോൾ ചെയ്യുന്നുണ്ട്. വളരെ സന്തോഷത്തോടാണ് കടുവയെ കൂട്ടിൽ പിടികൂടിയതിൽ വളരെ സന്തോഷം എന്ന് പറഞ്ഞാൽ വളരെ ആശ്വാസം നൽകുന്ന ഒന്നാണ്. ഈ കൂടിനും പ്രത്യേകത ഉണ്ടായിരുന്നു. ലാസ്റ്റ് വെച്ച കൂട് കണ്ട ഒരു ആട്ടിൻകൂട് പോലെ തന്നെ ആയിരുന്നു. ആദ്യം ഉണ്ടായിരുന്ന കൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കടുവ പിടിച്ചിട്ടുള്ള ആ ആടിനെ തന്നെയാണ് വെച്ചത്. പിന്നീട് അതിനെ കൂടുതൽ വീഴുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവർ ഫോറസ്റ്റുകാർ ജീവനുള്ള ആടിനെ വെക്കാൻ തീരുമാനിച്ചു. ഇന്നലെ ഇത് കൂടുതൽ വർദ്ധിച്ചു വരുന്നതോടുകൂടി ഇന്നലെ കൂടിൻ്റെ രൂപം തന്നെ മാറ്റി അതൊരു യഥാർത്ഥ ആട്ടിൻ തൊഴുത്ത് പോലെ തന്നെ ആക്കി ഒന്നിലധികം ആട്ടുകുഞ്ഞുങ്ങളെ പോലും അതിനകത്ത് വെച്ചുകൊണ്ട് നിരീക്ഷിക്കുന്ന രീതിയിലേക്ക് ഫോറസ്റ്റുകാർ വളരെ ഗൗരവത്തിൽ അത് ശക്തമാക്കി. അതനുസരിച്ച് ഇന്നലെ അത് ഫലത്തിൽ വീഴുകയാണ്. ബോട്ടൊക്കെ ഇട്ട് രാവിലെ റബ്ബർ വെട്ടാൻ ഉഷാറായിട്ട് നിൽക്കുക. കടുവനെ പിടിച്ചുകൊണ്ട് വലിയൊരു ആശ്വാസമുണ്ട്. ധൈര്യമായിട്ട് പോവാം, വളരെ സന്തോഷമുണ്ട്. ഇത് പ്രതീക്ഷയായിരുന്നു, ഇത് കിട്ടും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്നുള്ളൊരു പ്രതീക്ഷ അത്ര ഇല്ലായിരുന്നു. കാരണം പല സ്ഥലത്ത് അടുത്തടുത്ത് 2 സ്ഥലത്ത് വെച്ചിട്ടൊന്നും കടുവ കയറിയില്ലായിരുന്നു. ഇന്നലെ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ വലിയ സന്തോഷം. ഇനിയിപ്പോൾ തോട്ടത്തിൽ സ്വസ്ഥമായിട്ട് വെട്ടാൻ പോവാം. അതെ. പക്ഷെ ഇത് ആടിനെ മാത്രമേ പിടിച്ചുള്ളൂ എന്ന് മാത്രമേ പിടിച്ചിട്ടുള്ളൂ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. കാരണം വേറെ പശുക്കൂട്ടിലും അങ്ങനെയുള്ള പശുക്കിടാവിനും അങ്ങനെയൊന്നും പിടിച്ചിട്ടില്ല. ആടുള്ളിടത്ത് മാത്രമാണ് കയറിയിട്ടുള്ളൂ. അതാണ് അതിൻ്റെ പ്രത്യേകത. ചേട്ടാ, രാവിലെ പാലും കൊണ്ട് വരാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ഒരു ആശ്വാസമായി. ഇപ്പോൾ ധൈര്യമായിട്ട് നടന്നു വരാം റോട്ടിൽ കൂടെ. ഇല്ലെങ്കിൽ റബ്ബർ വെട്ടാനൊക്കെ രാവിലെ പോകാനൊക്കെ വലിയ ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. ഇപ്പോൾ ആ ഒരു പേടി മാറി. പേടി മാറി. ഈ വനവകുപ്പിനൊരു വിശ്വാസം ഉണ്ടായിരുന്നു, അവർ പിടിക്കും. ഇതിപ്പോൾ അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിപ്പോൾ ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ചെറ്റപ്പാലത്താണ് കാണുന്നത്. ആടിക്കൊല്ലി അങ്ങനെ ഓരോ ഭാഗം മാറി നടക്കുമല്ലായിരുന്നു. നല്ലൊരു ആശ്വാസമായി.
ശ്രീജ, നമുക്ക് കാണാം ഈ പാൽ കർഷകരാണ് ഈ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങളിൽ ഒന്ന് ഈ പാൽ കർഷകരാണ്. അവരുടെ പശുക്കളെ ആടുകളെയൊക്കെ സംരക്ഷിക്കണമെന്നൊരു ചിന്തയായിരുന്നു. ഏറ്റവും അധികം പ്രതിസന്ധി നേരിട്ടതും ഇവരാണ്. കാരണം രാവിലെ പുല്ല് ശേഖരിക്കാൻ പോകാൻ പറ്റുന്നില്ല, പാൽ അളക്കാൻ കൊണ്ടുവരാൻ പറ്റുന്നില്ല, അല്ലേ? നിങ്ങളൊരു വലിയ പ്രതിസന്ധിയിലായിരുന്നു. അതെ 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 അതെ. എന്ത് തോന്നുന്നു ഇപ്പൊ ഒരു ആശ്വാസമായി. ചിരിക്കാൻ നന്നായിട്ട് എന്നാലും ചിരിക്കാം. രാവിലെ ഇറങ്ങുമ്പം ഇറങ്ങരുത് അല്ലേ? പേടിയായിരുന്നു. നിരങ്ങനെ പറഞ്ഞെങ്കിലേ രാവിലെ 6:30 ആകുമ്പോഴേക്കും പാലും കൊണ്ട് വരണ്ടല്ലേ, അത് പേടിയായിരുന്നു. ഇപ്പൊ ആശ്വാസമായി എന്തായാലും. ചേട്ടാ, ഇപ്പൊ സന്തോഷമായി പുല്ല് എത്താനും അതിനൊക്കെ പോകാനുള്ള ഇത് രാവിലെ പാലും കൊണ്ട് വരുന്ന ഈ രാത്രിക്കല്ലേ വരുന്നത്. അന്നേരം അതൊക്കെ ഭയം മാറി ഇപ്പൊ ആൾക്കാരുടെ. വനംവകുപ്പിനൊരു വിശ്വാസം ഉണ്ടായിരുന്നോ? ആദ്യമൊന്നും വിശ്വാസമില്ലായിരുന്നു. ഇവിടെ ഇപ്പൊ അടുത്തടുത്ത് 3-4 പിടിച്ചോണ്ട് പോകുമ്പോ എന്ത് വിശ്വാസമായിരിക്കും. അത് ഇപ്പൊ പിടിച്ചു കഴിഞ്ഞപ്പോ ഒരു വിശ്വാസമായി. ക്ഷമ വേണം, കാത്തിരിക്കണമെന്ന് അവര് പറഞ്ഞേ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ക്ഷമ പക്ഷേ ഇവര് ഇവിടെ തന്നെ ഇനി വിടാതെ ഇരുന്നാൽ മതി. എവിടെയും കുറച്ച് ദൂരെ കൊണ്ടുവിടുക, ജനവാസ മേഖല അല്ലാത്ത സ്ഥലത്ത് കുറച്ച് ദൂരെ കൊണ്ടുവിട്ടാൽ നല്ല കാര്യം. അനീഷ്, കടുവയാണ് ഇതിന്റെ 8 ഇടയിൽ ഒരു വയസ്സുള്ള. കാര്യം ചോദിക്കട്ടെ. ഈ കടുവ ഇപ്പൊ എവിടെയാണുള്ളത്? കൂട്ടിൽ കുടുങ്ങിയെന്ന് കേട്ടു. വിശദമായ പരിശോധന നടത്തുമെന്നും പറഞ്ഞു. പക്ഷെ ഈ കടുവ എവിടെയാണുള്ളത്? ഈ 8 വയസ്സുള്ള കടുവയാണ്. നമ്മൾ നേരത്തെ കുറച്ച് നിഗമനത്തിലൊക്കെ വനംവകുപ്പ് എത്തിയിരുന്നു. ആ നിഗമനങ്ങളൊക്കെ ശരിയാണോ? അതേപോലെ തന്നെയാണോ കാര്യങ്ങൾ? ഈ കടുവയുടെ കാര്യങ്ങളും കൂടെ ഒന്ന് പറയൂ. ശ്രീജ, കടുവ ഇന്നലെ തന്നെ അവരുടെ ഒരു പരിപാലന കേന്ദ്രമുണ്ട്. ഈ പച്ചടി എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഒരു ഹോപ്സ് അങ്ങനെ പേരിലുള്ള ഇത്തരത്തിൽ പരിക്ക് പറ്റിയ മൃഗങ്ങളെയും മറ്റുമൊക്കെ കൊണ്ടുപോകുന്ന ഒരു ഇടമാണ്. ആ സ്ഥലത്തേക്കാണ് മാറ്റിയിരിക്കുന്നത്. ഇന്നലെ രാത്രി തന്നെ അതിനുള്ള നടപടിക്രമങ്ങൾ അധികൃതർ പച്ചാടി എന്ന് പറയുന്ന സ്ഥലം, ഇവിടെ നിന്ന് പുൽപ്പള്ളിക്ക് അടുത്തുള്ളൊരു സ്ഥലമാണ്. അവിടുത്തെ ഹോസ്പേസ് എന്ന് പറയുന്ന ഈ പരിക്ക് പറ്റുകയും ഇത്തരത്തിൽ പലയിടങ്ങളിൽ നിന്നായി പിടികൂടുകയും ചെയ്യുന്ന ഈ കടുവകളെയൊക്കെ കൊണ്ട് പുനരധിവസിപ്പിക്കുന്ന ഒരു കേന്ദ്രമാണ്. അവിടത്തേക്കാണ് മാറ്റിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ കടുവയ്ക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നൊരു വിലയിരുത്തലുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ എത്തിച്ച് ഇനിയും വലിയ പരിപാലനം നൽകും. കാരണം ദിവസങ്ങളോളം ഭക്ഷണമൊക്കെ കഴിക്കാതെ ഈ ആടുകളെ പിടിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും കഴിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അവശനിലയിലായി ഈ കടുവ മാറുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ഈ കേന്ദ്രത്തിലേക്കാണ് കടുവ ഇന്നലെ തന്നെ മാറ്റിയിരുന്നത്. കൂട് ട്രാക്ടറിൻ്റെയും മറ്റും സഹായത്തോടുകൂടി ലോറിയിലേക്ക് മാറ്റി. അവിടെ നിന്നും ലോറിയിൽ കയറ്റി ഇന്നലെ വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്നും കടുവയെ മാറ്റിയിരുന്നു. ഈ കേന്ദ്രത്തിലേക്ക് സാധാരണഗതിയിൽ പുറത്തുനിന്നുള്ള ആളുകളെ ആരെയും പ്രവേശിപ്പിക്കാറില്ല. നിലവിൽ തന്നെ 5-ലധികം കടുവകൾ ഇത്തരത്തിൽ ആ പരിപാലന കേന്ദ്രത്തിൽ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും തികഞ്ഞ ആരോഗ്യവാനാക്കി ഈ കടുവയെ മാറ്റിയ ശേഷമാവും എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനമൊക്കെ വരിക. എന്തായാലും നിലവിൽ ഈ സ്ഥലം ഇവിടേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ ആരോഗ്യവാനായി തന്നെ കടുവ ഇരിക്കുന്നു എന്നാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥരിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീജ, ആരോഗ്യവതി. അതെ അതെ, ആദ്യം കണക്കൂട്ടിൽ 13 വയസ്സുള്ള ആൺകടുവയാണ് എന്നൊരു നിഗമനത്തിലേക്കാണ്. പക്ഷേ പിന്നീടാണ് ഈ കടുവയെ പിടികൂടിയപ്പോഴാണ് കൃത്യമായൊരു നിഗമനത്തിലേക്ക് നാട്ടുകാർക്ക് എത്താൻ കഴിഞ്ഞത്. എന്തായാലും വലിയ ആശ്വാസമുള്ള മുഖങ്ങളെ നമ്മൾ കാണാം. ഈ പാലളക്കുന്ന അല്ലെങ്കിൽ പാല് നൽകാനൊക്കെ വരാൻ ബുദ്ധിമുട്ടുമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. ഇവിടൊക്കെ ഒരു വിജനമായൊരു സാഹചര്യമായിരുന്നു പുലർച്ചയിലൊക്കെ. നമ്മൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ ഇവിടെ തമ്പടിച്ചപ്പോഴുണ്ടായിരുന്നു. പക്ഷേ ആ അവസ്ഥ മാറിയിരിക്കുന്നു. ചിരിക്കുന്ന മുഖങ്ങളെ നമുക്കിന്നിവിടെ കാണാൻ കഴിയുന്നുണ്ട് എന്നതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. ശ്രീജ, ആ ഭാഗത്ത് ഇപ്പോൾ ഇനി അറിയേണ്ടത്, ഇവർ വനംവകുപ്പിനോട് ഒരു ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവര് ഈ ആടിനെ കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്, അവർക്കുള്ള നഷ്ടപരിഹാരം വേണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ പൊതുവെ എനിക്ക് തോന്നുന്നു ഈ ഭാഗത്തൊക്കെയുള്ള മനുഷ്യർ ഇനിയും ആശങ്കയാണ്. ഇതിനി അടുത്തത് ഈ പ്രശ്നങ്ങൾ എപ്പോൾ വേണമെങ്കിൽ വീണ്ടും വരാം, ആ തരത്തിലൊരു ആശങ്ക അവരുടെ ഉള്ളിലുണ്ടല്ലേ? തീർച്ചയായും അവർക്കൊരു ആശങ്കയുണ്ട്. കാരണം ഇപ്പോൾ ഈ കടുവയെ പിടികൂടുന്നു, മാറ്റുന്നു, പിന്നീട് വീണ്ടും ഇവിടങ്ങളിലേക്കൊക്കെ വല്ലതും തുറന്നു വിടുവോ, വീണ്ടും പ്രശ്നങ്ങളായി വരുമോ എന്നൊരു ആശങ്കയൊക്കെ അവർക്കുണ്ട്. എന്തായാലും നമുക്ക് അവരോട് ചോദിക്കാം. സന്തോഷമായോ? സന്തോഷമായി. ഞങ്ങൾക്കും പേടിയുണ്ട്. പിള്ളേർക്ക് സ്കൂളിൽ പോകാനും പിന്നെ പശുവിനെ കറക്കാനുള്ളവർക്ക് പശുവിനെ കറന്ന് പാലും കൊണ്ട് വരാനും ഒക്കെ ഭയങ്കര പേടിയായിരുന്നു. ഭയങ്കര ആയിട്ടൊരു പേടീൻ്റെ ഒരു അവസ്ഥയിലായിരുന്നു ഞങ്ങളുടെ ഈ 2 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആൾക്കാരുടെ ജീവിതം. ഇനിയിപ്പോ വരും, ഇനി തുറന്ന് തിരിച്ചുവിട വിടില്ലെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇല്ല, ഇനി ഉണ്ടാവും. ഇതിന്റെ പുറകെ തന്നെ വേറെയും കാണുമായിരിക്കും. ഒരെണ്ണം അല്ലെന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. ഇനി അറിയത്തില്ല, ദൈവത്തിന്റെ. എന്താണ് തോന്നുന്നത്? സന്തോഷം തോന്നുന്നു. മക്കളെ സ്കൂളിൽ വിടാനോ സമാധാനത്തോടെ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അത് തന്നെ. അതുകൊണ്ട് സന്തോഷം തോന്നുന്നു.
ഇതാണ് മക്കളെ ഇനി സ്വസ്ഥമായി സ്കൂളിൽ വിടാൻ പറ്റുമല്ലോ എന്നാണ് അമ്മമാരുടെ ഒരു സന്തോഷം. എന്തായാലും പ്രശ്നം പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഇവിടേക്ക് ഇതിനെ കടത്തിവിടില്ലെങ്കിലും സമാനമായ രീതിയിൽ തന്നെ കാടുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വന്യജീവികൾ പുറത്തിറങ്ങാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. പ്രത്യേകിച്ചും ഇനി വേനൽക്കാലമൊക്കെ വരാൻ പോകുന്നു. നമുക്കറിയാം വേലൂർ മക്കിനെ പോലുള്ള തണ്ണീർക്കൊമ്പനെ പോലുള്ള ആനകളൊക്കെ ജനവാസ കേന്ദ്രങ്ങളിലെത്തി പ്രശ്നം സൃഷ്ടിച്ച ഒരു വർഷമായിരുന്നു കഴിഞ്ഞ വർഷം കടന്നുപോയത്. എന്തായാലും ഈ വർഷം തുടങ്ങുമ്പോൾ തന്നെ ഈ കടുവ ആണ് ഈ മേഖലയിൽ ഭീതി വളർത്തിയത്. എന്തായാലും ഈ കടുവയെ കൊണ്ടുള്ള ഭീതി ഇതോടെ അവസാനിച്ചിരിക്കുന്നു. ഇനി പുതിയ ഭീതി പരത്തുന്ന വന്യമൃഗങ്ങൾ ഇവിടേക്ക് വരാതിരിക്കട്ടെ എന്നൊരു പ്രാർത്ഥനയിലാണ് ഇവിടുത്തെ നാട്ടുകാർ. ശരി അനീഷ്, അനീഷിന് സമാധാനമായി മടങ്ങാം. കഴിഞ്ഞ കുറേ ദിവസമായി ആ ഭാഗത്ത് തന്നെയായിരുന്നു സ്ഥിരം ഉണ്ടായിരുന്നത്. 10 ദിവസത്തോളം അവിടുത്തെ പുൽപ്പള്ളിയിലെ അമരക്കുനി, തൂപ്ര ഭാഗങ്ങളിൽ ആളുകളെ മുഴുവൻ ഭീതിയിലാഴ്ത്തിയ കടുവയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. 8 വയസ്സുള്ള കടുവയാണ്. അതിന് കുറേ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ആകെ കൂടി ചെയ്യാൻ പറ്റുന്നത് ഈ ആടുകളെയൊക്കെ പിടിക്കുക എന്നാണ്. തിരിച്ചാക്രമിക്കില്ല, അല്ലെങ്കിൽ സൈസ് കൊണ്ട് അതിന് വഴങ്ങും എന്ന് തോന്നുന്ന തരം ആടുകളെ മാത്രമായിരുന്നു അത് പിടിച്ചിരുന്നത്. പക്ഷേ അവിടുത്തുകാർ വളരെ പേടിയിലായിരുന്നു. കാരണം വളർത്തുന്ന ആടിനെ വീട്ടുമുറ്റത്തുനിന്ന് അല്ലെങ്കിൽ വീടിനോട് ചേർന്നുള്ള കൂട്ടിൽ നിന്നൊക്കെ വന്ന് നേരിട്ട് പിടിച്ചുകൊണ്ട് പോകുന്ന അല്ലെങ്കിൽ ആക്രമിക്കുന്ന ഒരവസ്ഥ വന്നപ്പോൾ അത് അവിടെയുള്ള നാട്ടുകാരെ സാരമായി തന്നെ ആശങ്കയിലാക്കിയിരുന്നു. എന്തായാലും ആ ആശങ്കയ്ക്കൊക്കെ ഒടുവിൽ ഇന്നലെ തൂപ്രയിൽ വെച്ച് ഈ കടുവ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ പെട്ടു. 8 വയസ്സുള്ള പെൺകടുവ. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം പരിഹരിച്ചായിരിക്കും ഇനി ഈ കടുവയെ കാട്ടിലേക്ക് വിടുന്നത്. തൽക്കാലം ഇപ്പോൾ പുനരധിവാസ കേന്ദ്രമുണ്ട്. ഇത്തരത്തിൽ വന്യമൃഗങ്ങളെ പിടിക്കുമ്പോൾ ആക്കുന്ന ആ പുനരധിവാസ കേന്ദ്രത്തിലാണ് ഉള്ളത്. വിശദമായ പരിശോധനയ്ക്ക് ശേഷം കടുവയെ തിരികെ കാട്ടിലേക്ക് വിടും. MS അനീഷ് കുമാറാണ് വിശദമായ വിവരങ്ങൾ തൂപ്രയിൽ നിന്ന് നൽകിയത്. അപ്പോൾ ആ സമാധാനത്തോടെ ഇനി നമുക്ക് മറ്റുള്ള വാർത്തകളിലേക്ക് പോകാം. അവിടെ നിന്ന് ഇനി എന്തായാലും തൽക്കാലം അമരക്കുനിയിലെ മനുഷ്യന്മാരുടെ പേടിയുള്ള വാർത്ത കുറച്ച് ദിവസത്തേക്ക് എന്തായാലും ഉണ്ടാവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് നമ്മൾ പോകുന്നത് തൊടുപുഴയിലേക്കാണ്. അവിടെ നിന്ന് വളരെ വളരെ പ്രകാശമുള്ളൊരു വാർത്തയാണ്. സ്വന്തം പരിമിതികളെല്ലാം അതിജീവിച്ച് ജീവിത വിജയം കൈവരിച്ച ഇടുക്കി സ്വദേശിനിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒരുപാട് പരീക്ഷണങ്ങൾ അതിജീവിച്ചാണ് ജാസ്മിൻ്റെ നേട്ടങ്ങൾ. ഒന്നിനു പിറകെ ഒന്നായി ജീവിതത്തിൽ കടുത്ത പരീക്ഷണങ്ങളായിരുന്നു മേലുകാവ് മേരിലാൻഡ് സ്വദേശിയായ ജാസ്മിന്. ആദ്യം കുഞ്ഞിലൂടെ. ഗുരുതര രോഗബാധിതയായ കുഞ്ഞിന്റെ ചികിത്സയ്ക്കായി കയറിയിറങ്ങാത്ത ആശുപത്രികളില്ല. വേളാങ്കണ്ണിയിൽ വെച്ച് കണ്ടുമുട്ടിയ വൈദികനാണ് ജീവിതത്തിൽ വഴിത്തിരിവൊരുക്കിയത്. സ്വന്തം കൈപുണ്യത്തിലെ രുചിക്കൂട്ടുകളിൽ കച്ചവട സാധ്യതയുണ്ടെന്ന് ഉപദേശിച്ചു വൈദികൻ. അങ്ങനെയാണ് നെയ്യപ്പ വിൽപ്പന തുടങ്ങിയത്. ഇന്ന് ജാസ്മിന്റെ വീടിനോട് ചേർന്നുള്ള ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റിൽ നിന്നും ദിവസേന 1000കണക്കിന് നെയ്യപ്പം വിവിധ ജില്ലകളിലേക്ക്. 5 രൂപതകളിലെ പള്ളികളിൽ ഇവിടെ ഉണ്ടാക്കുന്ന നെയ്യപ്പമാണ് നേർച്ചയായി നൽകുന്നത്. വിധി അപ്പോഴും ജാസ്മിനെ വേട്ടയാടുകയായിരുന്നു. പൊരുതാൻ ജാസ്മിനും. ഇങ്ങനെ ചെറുതായിട്ട് തുടങ്ങിക്കൊണ്ട് പ്രത്യേകത എന്ന് ചോദിച്ചാൽ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് വേറെ യാതൊരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതെ നമ്മൾ അടുക്കളയിലെ സാധാരണ ചീൻചട്ടിയിൽ സാധാരണ സ്റ്റൗവിലാണ് തുടങ്ങിയത്. പിന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്നാണ് പതുക്കെ ഓരോ സാധനങ്ങളും പാത്രങ്ങളും എല്ലാം മേടിച്ച് പിന്നെ അളവ് കൂടുന്നതനുസരിച്ച് ആൾക്കാരെ സ്റ്റാഫിനെയും കൂട്ടി വന്ന് ഇപ്പം കുഴപ്പമില്ലാതെ നമുക്ക് പ്രധാനമായിട്ടും പള്ളികളാണ് ഒത്തിരി 5 രൂപതകളിലെ പല പ്രധാനപ്പെട്ട തിരുനാളിനെല്ലാം പല പള്ളികളും പ്രധാനപ്പെട്ട പള്ളികളെല്ലാം തന്നെ കൊടുക്കുന്നുണ്ട്. 12 ജീവനക്കാരുണ്ട്. ഇവരോടൊപ്പം എല്ലാ ജോലികളും ചെയ്യാൻ ജാസ്മിനും. അകക്കണ്ണിൻ കാഴ്ചയിൽ ജീവിതം തിരിച്ചുപിടിച്ച സന്തോഷത്തിലാണ് ജാസ്മിൻ. വെല്ലുവിളികളെ അതിജീവിച്ച ജാസ്മിന്റെ ജീവിതം പ്രചോദനമാകുന്ന രുചിക്കൂട്ടാണ്. ന്യൂസ് 18 ഇടുക്കി. ഇനി ഇടുക്കിയിൽ നിന്ന് തന്നെ ഒരു വാർത്ത. ഇടയ്ക്കയിൽ സോപാന സംഗീതത്തിൽ വിസ്മയം തീർക്കുന്ന ഒരു 5 വയസ്സുകാരനെയാണ് പരിചയപ്പെടുത്തുന്നത്. മാസ്റ്റർ ശിവഹരിയാണ് ഏഷ്യ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സുകൾ സ്വന്തമാക്കിയത്. ഇനി ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഇത് ആദ്യം ശിവഹരി പഠിച്ചു തുടങ്ങുന്നത് ഏതെങ്കിലും അധ്യാപകനിൽ നിന്നല്ല, യൂട്യൂബ് സഹായത്തോടെയാണ് പഠിച്ചത്. ഇപ്പോൾ അച്ഛൻ കലാമണ്ഡലം രാജേഷും ഹരിപ്പാട് അഖിലുമാണ് ഇപ്പോൾ ഈ കുഞ്ഞിൻ്റെ അധ്യാപകർ. ലോകത്തിലെ
ആദ്യ പ്രായം കുറഞ്ഞ സോപാന കലാകാരനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ശിവഹരി എന്നാണ് ഈ കൊച്ചുമിടുക്കൻ്റെ പേര്. നിരവധി ബുക്ക് ഓഫ് റെക്കോർഡ്സുകളൊക്കെയാണ് ഈ ഒരു ചെറിയ പ്രായത്തിൽ നേടിയെടുത്തത് അല്ലേ? ആരാ ഇതൊക്കെ പഠിപ്പിച്ചേ? ഫോണിൽ കണ്ട് പഠിച്ചത്. വെരി ഗുഡ്. എങ്ങനെയാ ഇതൊക്കെ പഠിച്ചെടുത്തത്? ഫോണിൽ കണ്ട് പഠിച്ചെടുത്തതാണോ? ആരാ പഠിപ്പിച്ചേ? അച്ഛനാണോ പഠിപ്പിച്ചേ? പിന്നെ ആരാ പഠിച്ചേ? അമ്മയാണോ? പിന്നെ ആരാ? അഖിലുമാമനാ അല്ലേ? അഖിലുമാമനാണ് പഠിപ്പിച്ചത്. അപ്പോൾ ഈ കൊച്ചുമിടുക്കനെ ഏറ്റവും കൂടുതൽ പിന്തുണ നൽകുന്നത് ഈ മിടുക്കൻ്റെ അച്ഛനാണ്. അച്ഛനും ഒരു കലാകാരനാണ്. അച്ഛൻ നമ്മളോടൊപ്പം ചേരുകയാണ്. നമുക്ക് തീർച്ചയായും ചെറുപ്രായത്തിൽ തന്നെ ഇത്രത്തോളം ബുക്ക് ഓഫ് റെക്കോർഡ്സുകൾക്ക് നേടിയെടുക്കാൻ നമുക്കും കിട്ടാത്തൊരു ഭാഗ്യം നമ്മുടെ കുഞ്ഞിൽ നിന്ന് കിട്ടുന്ന നമുക്ക് വളരെ സന്തോഷമുണ്ട്. അദ്ദേഹം ശരിക്കും ആരും പഠിപ്പിച്ചും കൊട്ടുന്നത് പോലും ആരും പഠിപ്പിച്ചല്ല കൊട്ടുന്നതും. നമ്മുടെ കൈക്കുഞ്ഞായിരിക്കുന്ന സമയത്ത് അമ്മ നമ്മളെ ഏൽപ്പിച്ച, അമ്മ സ്കൂൾ ടീച്ചറാണ്. അപ്പോൾ അദ്ദേഹം സ്കൂളിൽ പോകുന്ന സമയത്ത് നമ്മളത്, ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ചേട്ടൻ, അദ്ദേഹത്തിൻ്റെ വല്യച്ഛൻ, എന്നേക്കാൾ കൂടുതൽ സപ്പോർട്ടും അവനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും വല്യച്ഛനാണ്. ഫോണിൽ നമ്മൾ സോപാന സംഗീതം ഓൺ ചെയ്ത് കൊടുത്തിട്ട് തൊട്ടിയിൽ ഉറക്കുന്ന സമയത്ത് 2-3 തവണ ഒരു പാട്ട് ആവർത്തി കേട്ട് കഴിയുമ്പോഴത്തേക്കും ആൾ ഉറങ്ങും. ഉണർന്നു കഴിഞ്ഞ് വന്നാലും വീണ്ടും ഇത് തന്നെയാണ് അവന് കേൾക്കാൻ താല്പര്യം. വലിയച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കും, ഫോൺ ഓണാക്കി കൊടുക്കും, പാട്ട് കേൾക്കും. അത്യാവശ്യം സംസാരിച്ച് തുടങ്ങുന്ന സമയത്ത് മൂളാൻ തുടങ്ങി, വാക്കുകൾ തന്നെത്താനെ പാടാൻ തുടങ്ങി. അപ്പോൾ ഈ കളിപ്പാട്ടം ചെണ്ട കൊണ്ട് തൊള്ളയിലിട്ട് ഇടയ്ക്ക് കൂടെ കൊട്ടാൻ തുടങ്ങി. അങ്ങനെ കൊട്ടുന്നത് കണ്ടിട്ടാണ് ഞാൻ ഈ വെയിറ്റ്, സാധാരണ കുഞ്ഞിൻ്റെ ആ പ്രായത്തിൽ ഒരു കുഞ്ഞിന് എടുക്കാൻ പറ്റുന്ന അല്ല ഇടയ്ക്കാന്ന് പറയുന്ന വാദ്യം. അതിനെ ഞാൻ അവൻ്റെ പാകത്തിനാക്കി എല്ലാ സംവിധാനത്തിലും അവനെടുത്ത് തൊള്ളയിലിട്ട് കൊട്ടാവുന്ന രീതിയിലാക്കിയാണ് അവൻ അത് തന്നെത്താനെ വാദ്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. അരിപ്പാട് അഖിലശൻ എന്ന് പറയുന്ന ഒരു സോപാന സംഗീത കലാകാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ പാട്ട് മാത്രമേ കേൾക്കുകയുള്ളൂ. വേറെ ഏത് വെച്ചാലും അത് മാറ്റിയിട്ട് ഇത് തന്നെത്താനെ മാറ്റി കേൾക്കുമായിരുന്നു. നമ്മുടെ ഞാൻ പന്തളം മഹാദേവ ക്ഷേത്രത്തിലാണ് ജോലി ചെയ്യുന്നത്. എൻ്റെ കൂടെ സ്ഥിരം അമ്പലത്തിൽ വരും. അവിടെ ഒരു സോപാന സംഗീതം ആലപിക്കുന്ന ജോലി ചെയ്യുന്നൊരു ആളുണ്ട്. അദ്ദേഹം ഇല്ലെങ്കിൽ പോലും എന്നെ ഏൽപ്പിച്ചേക്കുവാണെന്ന് പറഞ്ഞ് ദീപാരാധനയോ അത്താഴപൂജയൊക്കെ തന്നെത്താനെ പാടും. അങ്ങനെ അതിന് ശേഷം അത് ഒരു അരങ്ങേറ്റം എന്നുള്ളൊരു ഇതിലെത്തി തന്നെത്താനെ പാടുന്നു, അല്ലെങ്കിൽ അതിനൊരു വിമർശനങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ ഈ അരിപ്പാട് അഖിലശന്തിന് ഒരു ദക്ഷിണ കൊടുത്ത് അതൊരു അരങ്ങേറ്റമായിട്ട് നടത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ തന്നെത്താനെയാണ് ഈ പാട്ട് ഇപ്പോൾ അദ്ദേഹം പഠിപ്പിക്കുന്നുമുണ്ട്. അദ്ദേഹം പഠിപ്പിച്ച 1-2 പാട്ടുകൾ ഇപ്പോൾ പാടിയത്. തുടർന്നും അദ്ദേഹം പഠിപ്പിക്കും. അത് അവൻ്റെ എത്രത്തോളം താല്പര്യം അതിനനുസരിച്ച് നമ്മൾ കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നു. ഒരു 15ഓളം ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ പാടിക്കഴിഞ്ഞു. ഈ 2 റെക്കോർഡുകളും കരസ്ഥമാക്കിയത് ഈ ഏറ്റവും പ്രായം കുറഞ്ഞ ഈ മേഖലയിൽ പാടുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. തൊട്ടടുത്ത ഗിന്നസ് റെക്കോർഡിലേക്ക് ഒരു താല്പര്യമുണ്ട്, ശ്രമത്തിലാണ്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നാദം പദ്ധതിയിൽ പ്രോഗ്രാം വെട്ടിക്കല ബ്ലോക്കിൽ ഉണ്ടായിരുന്നു. ഈ പരിപാടിയിലാണ് ഈ കുഞ്ഞുമോൻ എത്തിയത്. ബ്ലോക്ക് പ്രസിഡന്റ് നമ്മളോടൊപ്പം ചേരുന്നു. ശരിക്കും ഈ മകനൊരു വലിയൊരു പ്രോത്സാഹനമാണ്. അല്ല, ഞാൻ കുട്ടിയുടെ ഈ കലാ താല്പര്യങ്ങളും ഇതെല്ലാം വന്നപ്പം എനിക്ക് വാട്സപ്പ് ഇട്ട് തന്നിരുന്നു. അന്നേ നമ്മുടെ മനസ്സിൽ ആഗ്രഹിച്ചതാണ് കലാകാരന്മാരെ അംഗീകരിക്കുന്ന, കലാകാരന്മാരെ സഹായിക്കുന്ന ഒരു വേദിയിൽ ഈ കൊച്ചു കലാകാരനെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്തില്ലെങ്കിൽ പിന്നെ അതിൽ യാതൊരു അർത്ഥമില്ല. അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചതാണ്. അതൊന്ന് നടന്നു. അത് ഒരു ദൈവികമായിട്ട് തന്നെ കല എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് കഴിയണം. അതിന് കഴിഞ്ഞു. ഈ കുട്ടി ഒരു അത്ഭുത കുട്ടിയെ പോലെ വളർന്ന് വലുതാവട്ടെ എന്ന് മാത്രമേ ഉള്ളൂ ആഗ്രഹിക്കുന്നു. മാസ്റ്റർ ശിവഹരി കൊട്ടുന്ന ഓരോ താളങ്ങളും മാസ്റ്റർ ശിവഹരിയുടെ ജീവിതത്തിൽ വലിയ വിജയത്തിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. എസ് വിനീഷ്, ന്യൂസ് 18, കൊട്ടാരക്കര. കാസർഗോഡ് പീലിക്കോട് ഗവൺമെന്റ് UP സ്കൂളിൽ ഒരു പ്രത്യേക വിനോദ പദ്ധതിക്ക് തുടക്കമായിരിക്കുന്നു. ലഞ്ച് ബോക്സ് എന്ന പേരിലാണ് ഈ പദ്ധതി. ഉച്ചഭക്ഷണ ഇടവേളകളിലെ കളികൾക്കൊപ്പം അല്പം ഗണിതവും പഠിക്കാനാണ് ശ്രമം. ലഞ്ച് ബോക്സ് എന്ന പേരിലാണ് പദ്ധതി. ഇടവേളകളിൽ സ്കൂളിലെ മുഴുവൻ കുട്ടികളും അസംബ്ലി ഹാളിൽ ഒന്നിച്ചിരുന്ന് ഗണിതശേഷികൾ പരിപോഷിപ്പിക്കാൻ ഉതകുന്ന വിവിധ കളികളിൽ ഏർപ്പെടും. ഗണിത വിജയം, ഉല്ലാസഗണിതം, മഞ്ചാടി തുടങ്ങിയ വിവിധ പദ്ധതികളുടെ ഭാഗമായി പരിചയപ്പെടുത്തിയ ഗണിത കളികൾക്കൊപ്പം ഈർക്കിൽ കളി, കാടിക്കളി, ദായം, എട്ടേറ് തുടങ്ങിയ നാടൻ കളികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ നിലവിലുള്ള മഞ്ചാടിയായാലും ഉല്ലാസഗണിതമായാലും ഗണിത വിജയമായാലും ഈ പരിപാടികളിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഉപകരണങ്ങൾക്ക് പുറമെ നമുക്ക്
ഗണിത കളികളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ നാടൻ കളികളായ ഇറുക്കിൽ കളിയായാലും എട്ടറായാലും ദായമായാലും അതുപോലെ തന്നെ കാടികളി പോലുള്ള കളികളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ ക്ലാസ്സിനും അനുയോജ്യമായ രീതിയിൽ അവരുടെ ആശയധാരണക്കനുസരിച്ചുള്ള പ്രായത്തിനനുസരിച്ചുള്ള കളികളെ പുനഃക്രമീകരിച്ചുകൊണ്ട് ഈ പരിപാടി നടത്തുന്നത്. ഉച്ചഭക്ഷണ ഇടവേള ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ മുൻ വർഷങ്ങളിൽ വിവിധ പദ്ധതികളാണ് തയ്യാറാക്കിയിരുന്നത്. മിഡ് ഡേ ഫെസ്റ്റ്, ഉച്ചയ്ക്കൊരു ഉല്ലാസം എന്നീ പദ്ധതികളുടെ തുടർച്ചയായാണ് ലഞ്ച് ബോക്സ് പദ്ധതിയും. കൗതുകങ്ങൾ ഒളിപ്പിച്ച ലഞ്ച് ബോക്സ് സ്കൂൾ ലീഡർ ത്രിദേവിന് കൈമാറി. വിദ്യാഭ്യാസ ഉപഡയറക്ടർ TV മധുസൂദനൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കണക്ക് ഈസിയായി പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ചെപ്പടി വിദ്യകൾ അടങ്ങിയ ഒരു ലഞ്ച് ബോക്സ് ആണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇവിടെ ഇത് എത്രത്തോളം നേരത്തെ പറഞ്ഞ പോലെ മികവിന്റെ കേന്ദ്രമാണ് എന്ന്. ന്യൂസ് 18 പീലിക്കോട്. പതിവ് തെറ്റിക്കാതെ ഇത്തവണയും ഒരു ഭീമൻ ചേന വിളയിച്ചിരിക്കുകയാണ് അടിമാലി കൂമ്പൻപാറയിലെ കർഷകൻ. 100 കിലോയ്ക്ക് അടുത്ത് തൂക്കമുണ്ട് ഈ ചേനയ്ക്ക്. കൂമ്പൻപാറയിലെ സുരേന്ദ്രന് കൃഷിയാണ് ഉപജീവനം. ജൈവരീതിയിലാണ് ഇദ്ദേഹത്തിന്റെ കൃഷി. ഒരുപാട് പച്ചക്കറികൾ ഇദ്ദേഹത്തിന്റെ തോട്ടത്തിൽ വിളയുന്നു. കപ്പയും ചേനയും കാച്ചിലുമൊക്കെ കാലങ്ങളായി ഇദ്ദേഹം കൃഷി ചെയ്തു പോരുന്നു. എന്നാൽ ഇക്കുറി വിളവെടുത്ത ചേന വളരെ സ്പെഷ്യലാണ്. 100 കിലോയ്ക്കടുത്ത് തൂക്കം വരും. ഇത് തികച്ചും ജൈവരീതിയിൽ കൃഷി ചെയ്യുന്ന ഒരു ചേനയാണിത്. എല്ലാ കൂട്ടം കൃഷിയുണ്ട്. കപ്പയുണ്ടായിരുന്നു, ഇഞ്ചി, മഞ്ഞൾ, പിന്നെ കാച്ചിൽ, ഇതെല്ലാം ഏറ്റവും വലിപ്പം കൂടിയ സൈസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കൃഷി ചെയ്ത് മേളയിൽ വയ്ക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയാണ്. നേരത്തെ ഉപയോഗിക്കുന്നതിന് വേറെ യാതൊരു കുഴപ്പമുള്ള ചേനയല്ല. അത് സാധാ ചേനയാണ്. മറ്റേ ഈ ഗജേന്ദ്രൻ ചേന എന്നൊന്നും പറഞ്ഞാൽ അല്ലാതെ സാധനം ഇവിടുത്തെ നാടൻ ചേന തന്നെയാണത്. 24 വർഷമായി സുരേന്ദ്രൻ കാർഷിക മേളകളിലെ വിളപ്രദർശന മത്സരത്തിനായി ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ തുടങ്ങിയിട്ട്. ഭീമൻ കപ്പയും ചേനയും കാച്ചിലുമൊക്കെ വിളയിക്കുന്നത് സുരേന്ദ്രനെ സംബന്ധിച്ച് സാധാരണ കാര്യമാണിപ്പോൾ. 102 കിലോ തൂക്കം വരുന്ന ചേന, 110 കിലോ തൂക്കം വരുന്ന കാച്ചിൽ, 220 കിലോ തൂക്കമുള്ള കപ്പ, 34 കിലോ തൂക്കമുള്ള ഇഞ്ചിയും മഞ്ഞളുമൊക്കെ സുരേന്ദ്രന്റെ തോട്ടത്തിൽ വിളയിച്ചിട്ടുണ്ട്. ന്യൂസ് 18 അടിമാലി. നല്ല കാഴ്ചകളൊക്കെ കുറച്ച് കണ്ട സ്ഥിതിക്ക് ഇനി നമുക്ക് നല്ല വാക്ക് കേൾക്കാം. ഈ ദിവസം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എനർജിക്കൊക്കെ ആയിട്ട് നമുക്ക് നല്ല വാക്കിലേക്ക് പോകാം.